എനിക്ക് നല്ലൊരു തമിഴ് മൂവി വന്നിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതിയുടെ കൂടെയുള്ള ഒരു മൂവി ആയിരുന്നു അത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലെല്ലാം അഭിനയിക്കുന്നില്ല, എനിക്ക് പറയാമല്ലോ. ഐശ്വര്യലക്ഷ്മി ആയിരുന്നു അതിന്റെ ഹീറോയിനൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അത് എന്നോട് അവര് അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. ലൈക്ക് എനിക്കറിയില്ല എന്താണ് അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ തന്നെയാണോ എല്ലാവരും സിനിമയിൽ കയറുന്നത്. സോഷ്യൽ മീഡിയ താരമായ ജാസിയെ പ്രശംസിച്ചും അവരെ തന്റെ പുതിയ ചിത്രത്തിലെ നായികയാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചും സംവിധായകൻ രാം ഗോപാൽ വർമ്മ നടത്തിയ പ്രസ്താവനകൾ ഈയിടയ്ക്ക് ചർച്ചയായി മാറി. ഏറ്റവും പുതിയതായി വന്ന ഒരു അപ്ഡേഷൻ അതാണ്. ഒരു ബോളിവുഡ് നടിക്ക് വേണ്ട എല്ലാ സൗന്ദര്യവും ജാസിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് ബെനിഫിറ്റ്സ് ആണ് അങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ട് യൂസ് ആക്കുക ഈ ട്രാൻസ്ജെൻഡേഴ്സ്? ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുത്ത ബെനിഫിറ്റുകൾ പോലും ട്രാൻസ്ജെൻഡേഴ്സ് യൂസ് ആക്കുന്നില്ല, സത്യം പറയുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പോഷകാഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് വേറെ കിട്ടും. അതൊക്കെ ഒന്നും ഒരു വളരെ ചുരുക്കം ട്രാൻസ് മാത്രമാണ് അതൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുന്നൽ പരിശീലനം, തയ്യൽ മിഷൻ കൊടുക്കുക, അവർക്ക് കൃഷിയാണ് ഇഷ്ടിച്ച് അവർക്ക് ആട്, കോഴി വളർത്തൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുക്കുക. ഇതൊന്നും ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും ഇത് ചെയ്യുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതൊക്കെ വാങ്ങുന്നുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ കൊടുത്ത കാര്യങ്ങളൊക്കെ അവര് ദുരുപയോഗം ചെയ്യും എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ജാസി ഒരുപാട് ആക്ടിങ് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ അടുത്തെങ്ങാനും ജാസിനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? എനിക്ക് നല്ല നല്ല മൂവീസിന്റെ ഓഫേഴ്സ് ഒക്കെ വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ് മൂവീസ്. എനിക്ക് അറിയില്ല എന്താ അവിടെ തമിഴിൽ എനിക്ക് ഓഫേഴ്സ് വരുന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്തില്ലേ? അല്ല, ഞാൻ തമിഴ് എനിക്ക് വരുന്നുണ്ട്. ചിലതൊക്കെ ട്രാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ്, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുള്ള മൂവീസ്, അതല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. പിന്നെ ചിലതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും. എനിക്ക് അറിയില്ല എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്, എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു തമിഴ് മൂവി വന്നിട്ടുണ്ടായിരുന്നു. വിജയ് സേതുപതിയുടെ കൂടെയുള്ള ഒരു മൂവി ആയിരുന്നു അത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലെല്ലാം അഭിനയിക്കുന്നില്ല, എനിക്ക് പറയാമല്ലോ. ഐശ്വര്യലക്ഷ്മി ആയിരുന്നു അതിന്റെ ഹീറോയിനൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നല്ല മൂവി ആയിരുന്നു. ഷൂട്ടൊക്കെ മലേഷ്യയിലും ചെന്നൈയിലുമാണ് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്നോട് അവര് അഡ്ജസ്റ്റ്മെന്റ് വേണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. ലൈക്ക് എനിക്കറിയില്ല എന്താണ് അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ തന്നെയാണോ എല്ലാവരും സിനിമയിൽ കയറുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മാത്രമാണോ സിനിമകൾ ചെയ്യുന്നത്. നല്ല സിനിമകളുണ്ട്, നല്ല സിനിമയുടെ ഭാഗം ആവാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ തുണി ഉരിഞ്ഞ് കാണിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് മാത്രം മതി. അതെ, അത് മതി. കാരണം ഞാൻ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് വ്യക്തിയാണ്. എനിക്ക് പാർട്ട്ണർ ഉണ്ട്. ഞാൻ ചെയ്യുന്ന മൂവീസിൽ എൻ്റെ പാർട്ട്ണറും കൂടി ഓക്കെ ആണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ നല്ലതാണെന്ന് വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ആഷിക്ക് എന്തെങ്കിലും മൂവീസിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ആഷി പൊതുവെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാനാണ് പിന്നെ ഫോഴ്സ്ഫുള്ളി നമുക്ക് റീൽസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. ആഷിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമില്ല. ഞാൻ ആഷിനെ പരിചയ സമയത്ത് ആഷിക്ക് ലൈക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ടിക്ടോക്ക്, നമ്മൾ ദുബായ് ടിക്ടോക്ക് ആയിരുന്നു. ടിക്ടോക്ക് ഉണ്ട്, പക്ഷെ ടിക്ടോക്ക് വീഡിയോസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രൊഫൈൽ മാത്രം. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ്. അപ്പോൾ ഇവന് പണ്ടൊക്കെ എന്നോട് പറയുന്നത്, ഞാനില്ല ജാസ്തി, നീ ചെയ്താൽ മതി, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെ, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല, എനിക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞ വ്യക്തിയായിരുന്നു ആഷി. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് ആഷിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നെന്നുള്ളത്. പക്ഷെ സ്റ്റിൽ ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. എനിക്ക് തോന്നുന്നു ആഷിക്ക് ജാസിനെ കൂടുതലും ഇതിലോട്ട് അഭിനയിപ്പിക്കാനും ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നു. എന്റെ ബിഹൈൻഡ്സ് പറയുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും എനിക്ക് എടുത്തു തരുന്നത്, എൻ്റെ ഫോട്ടോസ്, എൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ആഷിയാണ്. ഈവൻ യൂട്യൂബ് ചാനലാണെങ്കിലും ഒക്കെ എഡിറ്റും കാര്യങ്ങളും ഒക്കെ ആഷിയ ചെയ്തു തരുന്നത്. ആഷി നല്ലൊരു സപ്പോർട്ടറാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ പക്ഷെ എനിക്ക് എൻ്റെ റീൽസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കണം, അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട്. കുറേ വട്ടം എടുക്കുമ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ നല്ലോണം പഠിച്ച് ഒറ്റ വട്ടം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആഷി ആകുമ്പോൾ കുറേ ടൈം ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആഷി പറയും, വേണ്ട ജാസ്തി, നീ ഒറ്റയ്ക്ക് ചെയ്തോ, ഞാൻ ചെയ്ത കൊള്ളത്തില്ല. പക്ഷെ എന്നാലും സ്റ്റിൽ ഞാൻ വിളിച്ച്, പക്ഷെ ഭയങ്കരമായിട്ട് നിൽക്കും കേട്ടോ ആള്. ടൈം അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളല്ല, ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന വ്യക്തിയാണ്. ആഷിയുടെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ആയോ? എന്തെങ്കിലും? എനിക്ക് കോണ്ടാക്ട് ഇല്ല. അവന് എന്നിട്ടല്ലേ പ്രശ്നമുള്ളൂ, അവനായിട്ട് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഹോപ്പ് ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആ വലിയ ഹോപ്പൊന്നും ഇല്ല. അല്ല, ഞാൻ വിചാരിച്ചിരുന്നു ഞാനിങ്ങനെ മാറി കഴിഞ്ഞാലൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് സ്റ്റിൽ അങ്ങനത്തെ ഒരു ഇതില്ല. അത് എനിക്കറിയില്ല എന്താന്നുള്ളത്. കാരണം എനിക്കറിയില്ല, എനിക്ക് ആ ഹോപ്പ് ഇല്ല ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ. ഉണ്ടായിരുന്നു മുമ്പേ, ഇപ്പൊ അങ്ങനെ ഇല്ല എനിക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ജാസിനെ എല്ലായിടത്തും അറിയണം, ജാസി ആഷി എന്നുള്ളൊരു പേരിലാണ്. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആഷി എന്നെ വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ജാസിയുടെ അവസ്ഥ?
ആശ ഒരിക്കലും എന്നെ വേണ്ടാന്ന് വെച്ച് പോവത്തില്ല. അതൊരു വലിയൊരു കാര്യം. കാരണം നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ അറിയാമല്ലോ, അല്ലെങ്കിൽ ആളെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ആശ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ഞാനാണെങ്കിലും ഭയങ്കര, ഞങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആശയെ ഇട്ടിട്ട് പോവും എന്നുള്ള പേടി എനിക്ക് ഒരിക്കലും ഇല്ല. കാരണം ആശയ്ക്ക് ഒരിക്കലും എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ അത്രയും ഞങ്ങൾ മനസ്സിലാക്കിയ വ്യക്തികളാണ്. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതെ. കാരണം ഈവൻ ഇപ്പോൾ ഈ ഒരു മിനിറ്റ് ഇപ്പോൾ ഞാൻ ആശയില്ലാണ്ടാണ് ഈ ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളത്. ഈ ഒരു മിനിറ്റ് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നോക്കിയാൽ അറിയാം എനിക്ക് എത്ര മിസ് കോളും ആശയുടെ വന്നിട്ടുണ്ടാവുന്നുള്ളത്. കാരണം ആശ അങ്ങനെയാണ്. ഒരു സെക്കൻഡ് എന്നെ അങ്ങനെ മാറിയിരുന്ന്, കാരണം ആശയ്ക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ആയിട്ടൊന്നും ഇല്ല. ഒരു കാര്യം പരസ്പരം മറച്ചു വെക്കാറില്ല. ഇല്ല ഒന്നും മീൻസ് എല്ലാം ഞങ്ങൾ ഫുൾ ടൈം 24 hours ഞങ്ങൾ ഒരുമിച്ച് തന്നെയല്ലേ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പോലെ ഹസ്ബൻഡ് രാവിലെ പോവുക വൈകിട്ട് വരിക അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. എവിടെ പോവുകയാണെങ്കിലും ആശ ഉണ്ടാവും, എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഉണ്ടാവും. ഇതിപ്പോൾ ആശ വരാത്ത ഓൾറെഡി ഷോപ്പിന്റെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ആശ വരാത്തത്. പക്ഷെ എങ്കിലും എല്ലാം ആ ഒരു ഡേ നടന്ന എല്ലാ കാര്യങ്ങളും ആശ ഷെയർ ചെയ്യും. വന്നാൽ ഞാനും ഇതേപോലെ ഇപ്പൊ ഇന്റർവ്യൂവിന് പോയ കാര്യങ്ങളൊക്കെ ഞാനും അവരോട് പറയും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള അല്ല. ജാസി എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യണതിന് മുന്നേ ആശയുടെ സമ്മതം മേടിക്കണം അങ്ങനെയൊക്കെ നിർബന്ധമുണ്ടോ ആശയ്ക്ക്? അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയൂ, ഓഫ് കോഴ്സ് അത് വേണമല്ലോ. അപ്പൊ ഒരു പാർട്ണറായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് അവരെ ഒരു ഇഷ്ടം കൂടി നമുക്ക് നോക്കണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലക്കിയ. കാരണം ഞാൻ മോശമായിട്ട് പറയുന്നില്ല, കാരണം ആണ് പെണ്ണ് തമ്മിലുള്ള റിലേഷനിൽ പോലും ഇത്രയും സത്യസന്ധമായിട്ട് പലരും നിൽക്കുന്നില്ല. അത് വെച്ച് നോക്കുമ്പോ ഏറ്റവും നല്ലത് എവിടെയാണ് സത്യം. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിത്തെ ആൾക്കാരും കുറെ ആൾക്കാർ പറയും ജാസിന്റെ ഒരു വലിയ ഭാഗ്യം ആഷിനെ പോലത്തെ ഒരു വ്യക്തിനെ കിട്ടിയതാണ്. അഫ്കോഴ്സ് അത് അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ലൈഫ് എത്രത്തോളം സക്സസ് ആണ് എങ്കിൽ പോലും അതിന്റെ ഏറ്റവും ബാക്കിൽ നിന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തി ആഷിയാണ്. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ആണുങ്ങൾ, പെണ്ണുങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടേക്ക് റിലേഷന് വേണ്ടിയിട്ട്, ഫാമിലി എല്ലാം പോട്ടെ എന്ന് പറയും. പക്ഷെ ആണുങ്ങൾ ഫാമിലിനെ ഒഴിവാക്കി റിലേഷനിൽ നിൽക്കുക എന്നുള്ളത് വളരെ ചുരുക്കമുള്ളൂ. പക്ഷെ ആഷി ഫാമിലിന് അത്രേ പ്രശ്നമായിട്ട് വരും ജാസി എന്ന് പറഞ്ഞു. അത് ആഷിക്ക് നന്നായിട്ട് എന്നെ അറിയാം. ആഷി ഫാമിലി ഒഴിവാക്കിയെന്നില്ല. ആഷിന്റെ ഫാമിലി കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പ്രശ്നമുള്ളൂ. അവന്റെ ഉമ്മാൻ്റെ അമ്മ വിളിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റിൽ ഇപ്പോ റമദാനൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് ആംബേഴ്സ് ഒക്കെ അയച്ചു കൊടുക്കില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നായിട്ടാണ് പ്രശ്നമുള്ളൂ. അപ്പോ ആഷിക്ക് അവന്റെ ഉമ്മ വലുത് തന്നെയാണ്. ഇവൻ അതുപോലെ തന്നെ എന്നെ ഇഷ്ടമാണ്. അപ്പൊ അവനക്ക് രണ്ടുപേരും വേണമല്ലോ ലൈഫില്. പിന്നെ ഞാനങ്ങ് മനസ്സിലാക്കും. കാരണം ഞാനൊരു അമ്മയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോക്കസ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അവന്റെ ഉമ്മ ചെയ്യുന്നത് ചിലപ്പോൾ റൈറ്റ് ആയിരിക്കാം. അപ്പൊ ഞാൻ ആ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് വലുതാക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ അതിന്റെ റേറ്റ്സ് ഒരു പോയിന്റിൽ നിന്നിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നൂല, കുഞ്ഞൊരു പ്രശ്നമായിട്ടേ തോന്നുള്ളൂ. അതുപോലെ തന്നെ റീസെന്റ് ആ ഒരു അമെന്റ്മെന്റ് ബില്ലിന്റെ ഇതിൽ പോയപ്പോഴത്തേക്കും ജാസി പറഞ്ഞു നോമ്പൊക്കെ എടുക്കുന്നുണ്ട്, അത് അതിനേതായിട്ടുള്ള ഇതിലായിരിക്കും ഞാൻ പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞ പർദ്ദയും തട്ടും ഒക്കെ ഇട്ട് പോയപ്പോൾ പോലും ജാസി ഫുൾ മേക്കപ്പിലാണ് അവിടെ പോയത്. അപ്പൊ നോമ്പ് എടുത്തിക്കുമ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്നതിലൊന്നും തെറ്റുന്നില്ല. അത്രയും നന്നായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ മേക്കപ്പ് ഇടുന്ന ജസ്റ്റ് എനിക്ക് ഐ ലവ് മേക്കപ്പ്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് നോർമൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണ്ണിന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് റോഷ് ഇട്ടിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് പൊതുവെ അങ്ങനെ ഒരുപാട് അങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകുന്നില്ല. ഈ ഫംഗ്ഷനും ഈ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാന്നല്ലാണ്ട് നോർമലി കണ്ണൊക്കെ എഴുതിയാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഒരു അതാണ് എൻ്റെ ലൈഫ് ഫേസിലെ എൻ്റെ എല്ലാ ഫീച്ചേഴ്സിലും എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പബ്ലിക്കലി പോകുമ്പോൾ ഭയങ്കര പൊട്ടിയിട്ട് പോകണം എന്നുള്ളൊരു തോട്ടൊന്നുമില്ല. എനിക്ക് നോർമലി മേക്കപ്പ് ആണ് അത് ഞാൻ ഇട്ടിട്ടുള്ളത്. നല്ല ഹെവി മേക്കപ്പ് ഇട്ടേക്കുന്നു. ഇല്ല, നോർമലാണിത്. വളരെ നോർമലായിട്ട് ചെയ്ത മേക്കപ്പ് ആണ്. എനിക്ക് ഇഷ്ടമാണ് മേക്കപ്പ്. എനിക്ക് ഇഷ്ടമാണ്.